ഏവർക്കും നമസ്കാരം. ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. നല്ലൊരു നമ്പൂതിരി കൂട്ടായ്മ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ആനന്ദകരമായൊരു കാര്യമാണ്. രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സംരംഭകൻ എന്ന നിലയിൽ എനിക്കുണ്ടായ പല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയണത്, ഒരു ഗുജറാത്തി ഒരിക്കൽ ഞങ്ങളുടെ ഒരു ബിസിനസ് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ കിടക്കുന്നൊരു ബിസിനസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഗുജറാത്തി ഒരിക്കൽ നാഗാർജുന വരേണ്ടായി. അപ്പം അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, ഒരു ഗുജറാത്തി ബിസിനസ് നടത്തി പൊളിഞ്ഞാൽ ഒരു ഗുജറാത്തിയും അയാളെപ്പറ്റി പ്രത്യക്ഷത്തിൽ കുറ്റം പറയില്ല. അയാളെ ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഗുജറാത്തിയെ പിന്നീട് വിളിച്ചു വരുത്തും സ്മാർത്ഥ വിചാരത്തിന്. മറ്റെല്ലാ ഗുജറാത്തികളും കൂടി വിളിച്ചു വരുത്തി നടുക്കിരുത്തി അയാൾ എന്തുകൊണ്ടാണ് ആ ബിസിനസ്സിൽ പൊളിയാനുണ്ടായ കാര്യകാരണങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. ഇപ്പം നമ്മളെപ്പോലെ 50 ലക്ഷം 1 കോടി കൊണ്ട് നടത്തണമല്ല, അവർ 100 കണക്കിന് കോടി രൂപ എടുത്തിട്ട് ബിസിനസ് നടത്തുന്നവരാണ്. എന്നിട്ട് അവരതിൻ്റെ വിദഗ്ധ സമിതി ഇട്ടിട്ട് പഠിപ്പിക്കും, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിച്ച് അതിന് വേണ്ട ഉപദേശം കൊടുത്ത് ആവശ്യമായ ഫണ്ട് ഓരോരുത്തരായിട്ട് 10 കോടി 20 കോടി ഓരോരുത്തരിട്ട് അയാൾക്ക് ഫണ്ടും കൊടുത്ത് സഹായിച്ച് 4-5 കൊല്ലം കീൻ ഒബ്സർവേഷൻ നിർത്തും. അയാൾ ഭയങ്കരമായിട്ട് പോളില്ലെന്ന് അറിയാനായിട്ട് ക്ലോസ് മോണിറ്ററിങ്ങോട് കൂടി നടത്തി അയാളെ വിജയിപ്പിക്കും. അപ്പം അയാൾ പറയണത്, ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുക എന്ന് വെച്ചാൽ ബിസിനസ്സിൽ പൊളിയാമെന്നാണ് ഞങ്ങൾക്ക്. മറ്റൊന്നുമല്ല, സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുക എന്ന് വെച്ചാൽ ബിസിനസ് നടത്തി പൊളിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫെയിൽ ഫോർവേഡ്. ഒരു വീഴ്ച പറ്റിയാൽ അത് എണീറ്റ് ഓടുക. കുട്ടികൾ ഓടി വന്ന് വീണിട്ട് എണീറ്റ് ഓടുന്നുണ്ടല്ലേ, ആരും കണ്ടിട്ടുണ്ടോ നോക്കി. ആ പറഞ്ഞ പോലെ നമുക്ക് ഈ സംസ്കാരം കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. വളരെയധികം മാറ്റം വരണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരാൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അയാൾ അപ്പോഴേ ഞാൻ വിചാരിച്ചു അയാളുടെ പോക്ക് കണ്ടപ്പോഴേ എന്ന് പ്രത്യക്ഷമായി പറയുമ്പോൾ എത്രയോ പൊട്ടൻഷ്യലായിട്ടുള്ള സാധ്യതയുള്ള സംരംഭകന്മാരുടെ കോൺഫിഡൻസാണ് ഇല്ലാണ്ടാവുക നമ്മൾ മനസ്സിലാക്കണം. അബദ്ധം പറ്റാം, തെറ്റ് പറ്റാം, പാളിച്ചകൾ പറ്റാം, ചിലർ ഫെയിലാവാം. ഫെയിലിയർ ഈസ് നോട്ട് ഡിഫീറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നമ്പൂതിരിമാരുടെ ഇടയിൽ നിന്ന് അസാധ്യമായിട്ടുള്ള സംരംഭകർ ധാരാളം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇപ്പം നാഗാർജുനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രയത്നം മാത്രമൊന്നുമല്ല, ഈശ്വരാധീനവും പലരുടെയും സഹായങ്ങളും പല സപ്പോർട്ടുകളും അങ്ങനെയല്ലേ നമ്മളൊക്കെ വളർന്നു വന്നത്. ഈശ്വരാധീനം ഏറ്റവും പ്രധാനമാണ്. എന്നേക്കാൾ എത്രയോ മിടുമിടുക്കന്മാരായുള്ള ആൾക്കാർ നമ്പൂതിരിമാർ തന്നെ വേണ്ട പോലെ ആവാണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നറിയോ. എൻ്റെ മിടുക്കൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയണത് ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാനീ പറയണത്. ആ സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ആ കാഴ്ചപ്പാട് മാറ്റുകയും ചെയ്താൽ നമ്മുടെ ഇടയിൽ ധാരാളം പേര് വരും. ധാരാളം പേർക്ക് നമുക്ക് തന്നെ ജോലി കൊടുത്തുകൊണ്ടും അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ആക്കിക്കൊണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് സംരംഭകന്മാർ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഒരു മുമ്പോട്ട് വരുന്നുണ്ട്. നമുക്ക് അതിനുള്ളൊരു കൾച്ചർ ഉണ്ടാവാൻ ഈ നമ്പൂതിരി കൂട്ടായ്മ, ആ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമ്പൂതിരി കൂട്ടായ്മ ഉപകരിക്കപ്പെട്ടാൽ വളരെ നന്നായി തോന്നുന്നു. ഏതായാലും ഈ കൂട്ടായ്മയെ പറ്റി ആരും സംശയമില്ല, വളരെയധികം സന്തോഷകരമാണ്. കഴിഞ്ഞ കൊല്ലം ഗംഭീരമായിട്ട് കൂത്താട്ടുകുളത്ത് നെല്ലിക്കാട്ട് നടത്തി. അതിൻ്റെ പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഹരിയാനയാണ്, യാതൊരു സംശയമില്ല. അത് ഈ വേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം മുഴുവൻ സംഘടിപ്പിക്കാനും കൊണ്ടുവരാനും ആ കുടുംബാംഗങ്ങൾ മുഴുവൻ പിന്നാലെ ഒപ്പമുണ്ട് താനും. നെല്ലിക്കാട് കുടുംബമായിട്ട് എനിക്ക് അത്രയും ബന്ധമുള്ളതാണ്, എനിക്കറിയാവുന്നതാണ്. അവരുടെ അതിലേക്കുള്ള ഒരു അർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഡോക്ടർ NPP നമ്പൂതിരിയുടെ വൈഫ് ജയശ്രീ ഇവിടെ വന്നിരിക്കുന്നുണ്ട്.
കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും വന്നിരിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ ധാരാളം ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സംരംഭം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റണം. ഓരോ വർഷം കഴിയുന്തോറും ഇതിനെ വലുതാക്കി കൊണ്ടുവന്ന് നമുക്ക് ഈ പറയുന്ന എന്തെല്ലാമാണോ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ സാധിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നെപ്പോലൊരാളെ വിളിച്ചു വരുത്തി ഇവിടെ ഇങ്ങനെ ആദരിക്കുകയും ഇതൊക്കെ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആരും സംശയമുള്ള കാര്യമല്ലോ, ഒരു അംഗീകാരമാണല്ലോ. ഇത്രയൊക്കെ ആയാലും സ്വാമിജിയുടെ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, അതിന് ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഹരിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നിതിൻ കൃഷ്ണ സ്വാഗതപ്രസംഗം പറഞ്ഞ് നിതിൻ കൃഷ്ണയുണ്ട്, ബ്രിജേഷ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് എവർക്കും നമസ്കാരം.